രണ്ടാമൂഴം കടന്നു വരാൻ പോകുന്നു. ലാലേട്ടൻ നായകനാവുന്നു, ഭീമനാകുന്നു. കടന്നു വരട്ടെ വരട്ടെ. പക്ഷേ ചിലർക്ക് പിടിക്കുന്നില്ല, ചിലർക്കതൊന്നും ഇഷ്ടമല്ല, ചിലർക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന രണ്ടാമൂഴത്തിൽ ഋഷഭ് ഷെട്ടി തന്നെ നായകനായി വന്നാൽ കൊള്ളാം. മസിലുള്ള ആളാണല്ലോ, മസിലുള്ള ആൾക്കേ അതൊക്കെ പറ്റൂ. ഭീമന് മസിൽ വേണം, ഭീമന് മസിലുണ്ട്, ലാലേട്ടന് മസിലില്ല, അതുകൊണ്ട് ലാലേട്ടൻ വേണ്ട, അങ്ങനെയൊക്കെ പറയുകയാണ്. വേറെ ചിലർ പറയുന്നുണ്ട് ഹിന്ദി സിനിമയിലുള്ള ബോഡിയൊക്കെ ഇത്തിരി കൂടി കട്ടാക്കിയ ചെറുപ്പക്കാർ വരട്ടെ എന്ന് പറയുന്നുണ്ട്. സംഭവം ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല, ഈ പറഞ്ഞു വരുത്തുന്നവരൊരു കാര്യം മനസ്സിലാക്കുന്നില്ല. ഇത് MT സാറിൻ്റെ തിരക്കഥയാണ്, അത് മനസ്സിലാക്കുന്നില്ല. MT വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ മികവുറ്റ കഥാപുരുഷൻ്റെ തിരക്കഥയാണെന്നുള്ള കാര്യം ഇവരൊക്കെ മറന്നു കളയാണ്. അവരൊക്കെ വന്നിട്ട്, അതായത് ഈ ബോഡി ബിൽഡർമാരും, ഹിന്ദി സിനിമാ ലോകത്ത് കുറേ ബോഡി ബിൽഡർമാരുണ്ട്. ഇപ്പോൾ ഋഷഭ് ഷെട്ടി അടക്കമുള്ളവരൊക്കെ ബോഡിയൊക്കെ ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആയിക്കോട്ടെ, നമ്മൾ അവർ തെറ്റൊന്നും പറയണില്ല. അവരൊക്കെ ഇങ്ങനെ വന്നോട്ടെ, അവർ വന്ന് ഇങ്ങനെ നിന്ന് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് കിരീടമൊക്കെ വെച്ച് ഗതയൊക്കെ പിടിച്ച് ഇങ്ങനെ വലിയ ലോറിയിലൊക്കെ ഇങ്ങനെ നമ്മൾ പൊതുപരിപാടിയിലൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നിശ്ചല പ്രതിമയായിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കാനാണെങ്കിൽ കൊള്ളാം, അല്ലാതെ അഭിനയിക്കാനാണെങ്കിൽ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടാമൂഴം വായിച്ചവർക്ക് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ജീവനെ, അതിൻ്റെ പ്രാണനെ തൊട്ടറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് MT സാറിൻ്റെ തിരക്കഥയാണ്. MT സാറിൻ്റെ തിരക്കഥയാണ്. ഈ തിരക്കഥ കൊണ്ടുപോയിട്ട് ഋഷഭ് ഷെട്ടി ഭീമനായിട്ട് വന്ന് കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് ബോംബ് പൊട്ടുന്നു, അവിടെ പൊട്ടുന്നു, ഇവിടെ പൊട്ടുന്നു, അലറുന്നു, വെട്ടുന്നു, ചവിട്ടുന്നു, കുത്തുന്നു, അതല്ല വേണ്ട. ഇതിലെ ഭീമനെ, ഈ രണ്ടാമൂഴത്തിലെ ഭീമൻ ഒരു തോറ്റുപോയ ആളുടെ മനസ്സുള്ള ഭീമനാണ്, ഭീമസേനാണ്. വലിയ മസിലുള്ള വലിയ ആളല്ല, വേദനകൾ അത്രയേറെ വിഹ്വലമായ ജീവിതത്തിൻ്റെ ഭാഗങ്ങളെ കണ്ട മനുഷ്യനാണ്. അതാണ് ഭീമൻ, ഇവിടുത്തെ ഭീമൻ. അപ്പം പരാജയത്തിൻ്റെ കയ്പ് നീര് ഏറ്ററിഞ്ഞ ഭീമനാണ്. അതാണ് രണ്ടാമൂഴം പറയുന്നത് തന്നെ. രണ്ടാമൂഴത്തിൻ്റെ കണ്ണാടിയിൽ തിളങ്ങുന്ന ഭീമന് സ്നേഹവും വേദനയും ആത്മസംഘർഷങ്ങളും ഇതെല്ലാം കൂടിച്ചേർന്ന് അതൊരു പച്ച മനുഷ്യനായിട്ടാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അല്ലാതെ ഈ യുദ്ധവീരനായിട്ട് വരുന്ന നമ്മൾ കേട്ട ആ ഭീമനല്ല, ആ ഭീമനെയല്ല. അപ്പം നിങ്ങൾ വെറുതെ ചുമ്മാ മസിൽ വേണം, മസിൽ വേണം, മസിൽ വേണം, മസിൽ വിൽപ്പനയാണ്. ലാലേട്ടന് മസിലില്ല, ലാലേട്ടൻ്റെ ശരീരമില്ലാത്ത ലാലേട്ടൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. MT സാറ് ഇത് എഴുതി വെച്ചപ്പോൾ, MT സാറ് എഴുതി തീർത്ത് കഴിഞ്ഞ ആ സമയം മുതൽക്ക് കേൾക്കുന്ന പേരാണ് മോഹൻലാൽ. വേണമെങ്കിൽ മമ്മൂട്ടി എന്ന പേര് നമുക്ക് കേൾക്കാമായിരുന്നു, പക്ഷെ കേട്ടിരുന്നില്ല. അപ്പം MT വാസുദേവൻ നായരുടെ മനസ്സിൽ മോഹൻലാലിൻ്റെ ആ ഒരു ചിത്രം കിടപ്പുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മോഹൻലാലിന് തന്നെ ഇത് ഏൽപ്പിക്കാമെന്നുള്ള ഒരു ധാരണയിലേക്ക്, ആ എഴുത്തിൻ്റെ ഭംഗിയിലേക്ക് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മമ്മൂക്ക ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ പുരാണ വേഷങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ട പഴശ്ശിരാജൊക്കെ കിടു സംഭവമായിരുന്നു, അടിപൊളിയല്ലേ. മാമാങ്ക അത്ര ഏശിയില്ലെങ്കിലും പഴശ്ശിരാജൊക്കെ എന്നും ടോപ്പ് ലെവലാണ്. അപ്പോൾ ആ മമ്മൂക്കും ചേരും സംഭവം, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. മോഹൻലാലിനും മമ്മൂക്കൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ കുറേ പേര് മോഹൻലാൽ ചെയ്തത് മഹാപരാജയമാണ്, ബോറാണ്, ഉണ്ടയാണ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഋഷഭ് ഷെട്ടി എന്തോ ലോകോത്തര സംവിധായകനെ പോലെയാണ് ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ. അങ്ങേര് അഭിനയിച്ചാൽ, അങ്ങേര് സംവിധാനം ചെയ്താൽ ഇത് കിട്ടുകയുള്ളൂ. ഇതാണ് പൈസ കിട്ടണമെങ്കിൽ, അതായത് പടം ഇറങ്ങി പൈസ കിട്ടണമെങ്കിൽ ഋഷഭ് ഷെട്ടി തന്നെ ഇത് സംവിധാനം ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല, നമ്മളൊരു ചെടി ഇങ്ങനെ പറിച്ചെടുത്തിട്ട്, ഒരു നന്നായിട്ട് വളരുന്നൊരു ചെടി ആ മണ്ണിൽ നിന്നും വലിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ കുറേ വേരുകളൊക്കെ അറ്റുപോകും. എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇത്തിരി മണ്ണൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസം ആ ചെടി നിൽക്കും, അതിനുശേഷം അത് ഉണങ്ങിപ്പോകും. അതുപോലെ ആയിരിക്കും സംഭവിക്കാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ MT സാറിൻ്റെ മകൾ അശ്വതി പറഞ്ഞിട്ടുണ്ട്, ഈ ചിത്രം വലിയൊരു ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നു, ഭംഗിയായിട്ട് അവർ ചെയ്യാൻ പോകുന്നു. MT സാറ് കണ്ട അതുപോലുള്ളൊരു സ്വപ്നം തന്നെ, വലിയൊരു സ്വപ്നം തന്നെ ആ മകൾക്കുണ്ട്. ഇപ്പോൾ ഈ സിനിമ ഭംഗിയായിട്ട് വരണമെന്നാണ് ആ മകളും ആഗ്രഹിക്കുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ വേണ്ട എന്നും പറഞ്ഞുള്ള ഒരു തള്ളൽ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഒരു തള്ളൽ. അപ്പോൾ ഈ തള്ളുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, അധികാരമില്ലാത്ത, കണ്ണുകളിൽ ഭയത്തിൻ്റെ വിഹ്വലതകൾ കെട്ടി നിൽക്കുന്ന, വിരൽത്തുമ്പ് വരെ ആ വിറയാർന്ന ശരീരത്തിൻ്റെ വേദനയെ കാണിക്കാൻ കഴിയുന്ന ഒരാളൊക്കെ വേണം ഇത് അഭിനയിച്ച് വലിപ്പിക്കാൻ. അല്ലാതെ ചുമ്മാ ഇപ്പം ലാലേട്ടന് ശരീരമില്ല, ലാലേട്ടന് ബോഡി ഇല്ല എന്ന് പറയുന്നത്. ഭീമൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളായിട്ടാണ് നമ്മളെല്ലാ പുരാണ കഥകളിലും ഒക്കെ കണ്ടിട്ടുള്ളത്. ഈ നമ്മുടെ ലാലേട്ടൻ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചല്ലോ. ആ ചിത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ചിത്രത്തിൻ്റെ എന്താ പറയുക, ആ മേക്കിങ്ങിന് ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിലും ചിത്രം സ്ലോ ടൈപ്പിൽ പോകുന്നൊരു കഥയായതുകൊണ്ട് ആളുകൾക്ക് അത്ര രസിച്ചില്ല. അല്ലെങ്കിൽ ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വലിയ ഹൈപ്പായിരുന്നു. അതായത് തിയേറ്റർ കുലുക്കുന്ന സാധനം വരുന്നു, സംഭവം വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആ ചിത്രത്തിന് ഒരു ഒരു എന്താ പറയണ, മെല്ലെ ഒഴുകുന്ന ഒരു അരുവി പോലുള്ളൊരു കഥയായിരുന്നു. അപ്പം അത് കാരണം ഇങ്ങനെ ഇടിമുഴക്കം പ്രതീക്ഷിച്ച് പോയ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ കൂക്കി വിളിച്ചു. ഒരു നാടകം സ്റ്റൈലൊക്കെ ആയിപ്പോയി ചിത്രത്തിൻ്റെ. പക്ഷെ എന്താ ലിജോ ജോസ് പല്ലിശ്ശേരി മനസ്സിൽ കണ്ട സംഭവം അതായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തും ഭംഗിയും വായനയും പുതിയൊരു ടേസ്റ്റായിട്ട് അവതരിപ്പിച്ചതായിരിക്കാം മലൈക്കോട്ടെ വാലിബൻ. പക്ഷേ ഈ മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാലിനെ ഒന്ന് നിങ്ങൾ നോക്കൂ, അതിലൊരു ഭീമസേനനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? മോഹൻലാൽ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രം മലൈക്കോട്ടെ വാലിബൻ മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ആ സിനിമ 1 മുതൽ 100 വരെ എന്ന് എണ്ണി കഴിഞ്ഞാൽ ആ സിനിമയുടെ ഫുള്ള് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു സ്ലോ മൂഡാണ്. ആ മൂഡ് ഒരുപക്ഷെ നമ്മളെ തിയേറ്ററിൽ ഇരുത്തി ഉറക്കും. ലോങ് ആയിട്ട് വലിച്ചു നീട്ടി ബബ്ലിക്കം പോലെ ഇങ്ങനെ വലിച്ചു നീട്ടിയ സിനിമയായി പോയതുകൊണ്ടാണ് ആ സിനിമ താഴെ പോയത്. കഥ ഒരു സൈഡിൽ കൂടി പോയി, സംഗീതം വേറെ സൈഡിൽ കൂടി പോയി, ആക്ഷൻ മറ്റൊരു സൈഡിൽ കൂടിയിലൊക്കെ ഇങ്ങനെ പോയി, ചിതറിപ്പോയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ശക്തമായിട്ടൊരു കഥാപാത്രം തന്നെയാണ് വാലിബൻ. അപ്പം ലാലേട്ടനെ നിങ്ങളിങ്ങനെ ചുരുക്കി കുറച്ച് കണ്ട് മോശമാക്കി, അതാക്കി, ഇതാക്കി എന്നൊക്കെ പറഞ്ഞ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം ഊഴത്തിൽ ലാലേട്ടൻ അഭിനയിച്ചത് കിടുവാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയേറെ അർത്ഥവത്തായിട്ടാണ് എം ടി സാറ് ആ തിരക്കഥ രചിച്ചു വെച്ചിട്ടുള്ളത്. എം ടി സാറിൻ്റെ തന്നെ ആ തൂലികയുടെ ഭംഗിയിൽ നിന്നും വിരിഞ്ഞ സതയം എന്ന ചിത്രത്തിലെ ലാലേട്ടൻ്റെ അഭിനയം കണ്ടല്ലേ. ഞാനിപ്പോൾ മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാലിനെ നിങ്ങൾ നോക്കൂ, ഭീമസേനെ പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു പൊട്ട ചിത്രം എടുത്തുകൊണ്ട് വന്നേക്കണം അവൻ എന്നിങ്ങനെ പറയുമായിരിക്കും. പക്ഷെ അങ്ങനെ നോക്കണ്ട. അഭിനയത്തിൻ്റെ ആ മൂർത്തി ഭാവം കാണണമെങ്കിൽ സതയം എന്ന ചിത്രത്തിലെ ലാലേട്ടനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കൃത്യമായിട്ട് ഒപ്പി വെച്ചിട്ടുണ്ട് ലാലേട്ടൻ. മോഹൻലാൽ അത് നല്ല ഭംഗിയിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ചായക്കൂട്ടുകൾ എടുക്കുമ്പോഴും ആ കണ്ണുകളിലുള്ള തിളക്കം, ആ നോട്ടത്തിലും ആ ചലനത്തിലും ആ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കുള്ള പുള്ളിയുടെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിലൊക്കെ അത് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു പക്ഷെ വേറൊരു നടനെ അവിടെ വെച്ചിട്ട് എം ടി സാറിന് വേണമെങ്കിൽ ആ തിരക്കഥ പൂർണ്ണമാക്കാമായിരുന്നു. പക്ഷെ ആക്കിയില്ല. അത് ലാലേട്ടൻ ചെയ്തപ്പോഴാണ് അതിന് ഭംഗി കൂടിയത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് എം ടി സാറിൻ്റെ തിരക്കഥയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതിൻ്റെ കരുത്ത് ഈ ചിത്രത്തിൻ്റെ. ഇതിപ്പോൾ ആര് സംവിധാനം ചെയ്താലും ആ തിരക്കഥയുടെ ഭംഗി കളഞ്ഞു കഴിഞ്ഞാൽ പോയി, കയ്യിൽ നിന്ന് പോയി, സംഭവം പോയി 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 എന്ന് പറഞ്ഞാൽ പോയി സാധനം. അപ്പോൾ ഋഷഭ് ഷെട്ടി ചെയ്ത് കുളമാക്കി വെക്കല്ലേ, അതായത് നായകനായിട്ട് ഈ ഭീമസേനായിട്ട് അഭിനയിച്ച് കുളമാക്കി വെക്കല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം? അതൊന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കൂ. അത് മനസ്സിലാക്കൂ. ഞാൻ പറഞ്ഞതിൻ്റെ സംഭവം മനസ്സിലാക്കൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.